കടലിന്റെ അടിയിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരും. സൂര്യന്റെ തീ ഈ കോട്ട ചാമ്പലാക്കും. ലാലേട്ടന് 2 ചിരികളാണ് എനിക്ക്, 3 ചിരികൾ. ഒന്ന് ബിഗ് ബോസിൽ പറയാനുണ്ട്, എന്നെ എൻ്റെ ഒരു ഉപദേശമല്ലോ ഉണ്ട് എനിക്ക്. ഞാൻ ഉപദേശിക്കാൻ നേരത്തെ അവിടെ ചോദിച്ചത് ആദ്യം പോലെ കുലുങ്ങും, അവസാനം ഭയങ്കര, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കഥാപാത്രത്തിന് ഇങ്ങനെ വരുന്നതാണ്. പിന്നെ ഞാൻ എൻ്റെ പാത്രം കഴുകി വൃത്തിയാക്കി അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. അതിലേക്ക് എന്താണെന്നുള്ളത് അപ്പൊ വെറുതെ ചുമ്മാ പറയുന്നതല്ല. കണ്ടത് നിജം, അതെന്താണെന്നുള്ളത് നീ കണ്ടതെല്ലാം പോയി, ഇനി കാണപ്പോവത് നിജം. മനസ്സ് വെച്ചാ ചേഞ്ച് ആവാലോ. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ലയൻസസുകളുടെ വൈഡ് റേഞ്ചും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ മാത്രം. മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകൂ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 3 അതിഥികൾ, 3 പേർക്കും സ്വാഗതം. ലാലേട്ടാ, വളരെ പ്രതീക്ഷകൾ ഞങ്ങൾ കാത്തിരിക്കുന്നു. നേരിന്റെ സൂപ്പർ വിജയം, 2ാമത്തെ സിനിമ മലയക്കോട്ടെ വാലിബൻ. ഈ നിമിഷം എന്താണ് തോന്നുന്നത്? ഞങ്ങൾ കാത്തിരിക്കുന്നു. കാത്തിരിപ്പിന് അർത്ഥമുണ്ടാകട്ടെ, അതൊരു നല്ല കാത്തിരിപ്പായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും. കാര്യം അങ്ങനത്തെ ഒരു സിനിമയാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഒരു വിശ്വാസത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ആ വിശ്വാസം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു വിജയമായിട്ട് മാറും. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് ആ സിനിമയിൽ. സാധാരണ സിനിമയിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് വളരെ വ്യത്യസ്തതയുള്ളത്. അത് വളരെ മനോഹരമായിട്ട് ലിജോ പറഞ്ഞിരിക്കുന്നു. കാണൂ, തീരുമാനിക്കും. ലിജോ എന്ന് പറയുന്നത് ഒരു മേക്കർ എന്ന നിലയിലേക്കും ഒരു സംവിധായകൻ എന്ന നിലയ്ക്കും വലിയ രീതിക്ക് സിനിമകൾ സംഭാവന ചെയ്ത അദ്ദേഹത്തെ തുടക്കം സിനിമകൾ തൊട്ട് ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പുതുമുഖങ്ങളെ വെച്ച് സിനിമ ചെയ്തിട്ടുണ്ട്. എല്ലാം ഹിറ്റുകളിലേക്ക് എത്തിച്ച ഒരാളാണ്. അദ്ദേഹത്തിൽ നിന്നും ലാലേട്ടൻ്റെ ഒത്തിരി സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്നുള്ളൊരു പാഠം ഉൾക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ കണ്ടിരിക്കുന്ന ഒരു പോയിന്റുകൾ എന്തൊക്കെയായിരിക്കും ലാലേട്ടൻ? അങ്ങനെ എടുത്തു പറയാനൊന്നും പറ്റില്ല. ലിജോ ചെയ്തിരിക്കുന്ന സിനിമകളിൽ നിന്നൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ്. അദ്ദേഹത്തിനാണ് കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കുക. കാര്യം ഇത്രയും വലിയൊരു ക്യാൻവാസിലുള്ളൊരു സിനിമ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും അദ്ദേഹം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ക്യാൻവാസ് എന്ന് പറയുന്നത് ആക്ടേഴ്സിനെ കുറിച്ചല്ല പറയുന്നത്, ബാക്കിയുള്ള പാരഫെർനാലിയാണ്. ആ ലൊക്കേഷൻസ്, അതിൻ്റെ ക്യാമറ വർക്ക്, അതിൻ്റെ മ്യൂസിക് കാര്യങ്ങളൊക്കെ എല്ലാം വളരെ ഡിഫറെൻ്റ് ആണ്. ഏതാണ്ട് ഇന്ന് ഒരു വർഷമാകുന്ന ദിവസമാണ്. സിനിമ അദ്ദേഹത്തിന് എനിക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പേ അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ട് ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയോടുള്ള പാഷൻ എനിക്കറിയാവുന്ന ആളാണ്. ഇതിനു മുമ്പ് പല കഥകൾ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. വളരെ എന്താ പറയേണ്ടത്, ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത ആൾ എന്ന് വേണമെങ്കിലും പറയാം. പക്ഷെ ആവശ്യമുള്ള കാര്യങ്ങൾക്കേ ഉള്ളൂ. നമുക്ക് നമ്മുടേതായിട്ടുള്ള എന്ത് അഭിപ്രായം പറയാനും സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെയാണല്ലോ. ഒരു മേക്കർ എന്നുള്ള രീതിയിൽ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സിനിമ കണ്ടിട്ടേ അറിയുള്ളൂ അതിനെ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഒരു ഫ്രെയിമിൽ 5000 അല്ലെങ്കിൽ 2000 അല്ലെങ്കിൽ 1000 പേര് വെച്ച് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമല്ല. അതിൻ്റെ കോമ്പസിഷൻസ്, അല്ലെങ്കിൽ അത് എന്തിനു വേണ്ടി ഷൂട്ട് ചെയ്യുന്നു, അതിനെ അക്കോമഡേറ്റ് ചെയ്യുന്നു, അതിൻ്റെ അകത്ത് ആക്ടറിനെ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് പെട്ടെന്ന് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. വളരെ തഴക്കവും പഴക്കമുള്ള ഒരാൾക്ക് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. ഞാൻ അത്തരം സിനിമകൾ അഭിനയിച്ചുള്ള പറയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു വിധത്തിലുള്ള കൺഫ്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല സിനിമ. കാര്യം അത്രയും അദ്ദേഹം ആ സിനിമയെക്കുറിച്ച് പഠിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വളരെയധികം സിനിമ കാണുന്ന ആളാണ്. സിനിമയെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ്. വളരെ നമ്മളോട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊന്നും പറയില്ല. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, നമ്മൾ പറയുന്ന അദ്ദേഹത്തിന് മനസ്സിലാകും. അത് വലിയൊരു കാര്യമാണ് ഒരു ആക്ടറെ സംബന്ധിച്ചോളം. നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് കറക്റ്റായിട്ട് ആൻസർ പറയാൻ സാധിക്കുന്ന ഡയറക്ടർ എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ്.
അദ്ദേഹത്തിന് വളരെ നല്ല പിന്നെ ഒരു ഭാവിയുള്ളൊരു ഡയറക്ടറാണ്. വലിയ സിനിമകൾ ചെയ്യാൻ വളരെയധികം ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലെ ക്ലൈമാക്സിനെ കുറിച്ചൊക്കെ വളരെ പറയുന്നതല്ല, അത് പ്രത്യേക ഒരു തലത്തിലേക്ക് സിനിമയെ കൊണ്ടെത്തിക്കുന്ന ആളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിനിമയിലേക്ക് ഇത് മാറാൻ സാധ്യതയുള്ളൊരു സിനിമയാണ്. അങ്ങനെ സംഭവിക്കട്ടെ. എനിക്ക് വളരെയധികം എന്താ പറയണ്ടേ, വളരെയധികം ഞാൻ സന്തുഷ്ടവാനാണ്, വളരെയധികം ഹാപ്പിയാണ് അദ്ദേഹത്തായിട്ട് വർക്ക് ചെയ്തതിന്, ഇങ്ങനൊരു സിനിമ ചെയ്തതിലും ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്തതിലും. ഈ ചരിത്ര സിനിമകളുടെ ഭാഗമാകുമ്പോൾ നമ്മൾ ഒത്തിരി സ്റ്റഡി ചെയ്യേണ്ടതായി വരും. ചരിത്ര സിനിമകൾ ലാലേട്ടൻ ചെയ്യേണ്ടത് ഇതും ഒരു സംഭവമാണ്. അത്രയും സ്റ്റഡിയിലേക്ക് പോയിട്ടുണ്ടോ ലാലേട്ടൻ? ആവശ്യമുള്ള കാര്യമല്ല. ഇതൊരു ഫെയറി ടെയിൽ പോലെയോ അല്ലെങ്കിൽ ഒരു അമർ ചിത്രകഥ പോലെയൊക്കെ ഉള്ളൊരു കഥയാണ്. പക്ഷെ അതിൻ്റെ അകത്തൊരു ഫിലോസഫി ഉണ്ട്. അതൊക്കെ നമ്മൾ സിനിമ കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. എന്താണ് എന്നുള്ളത് അപ്പോൾ വെറുതെ ചുമ്മാ പറയുന്നതല്ല. കണ്ടത് നിജം അതെന്താണെന്നുള്ളത് അറിയാനുള്ള ഒരു വ്യഗ്രത നമുക്ക് ഈ സിനിമയിൽ ഉണ്ടാകും. അതാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു നല്ല രാഷ്ട്രീയക്കാരൻ നേരത്തെ പറയുമ്പോൾ ഒരു കൗണ്ടർ അടിച്ചിരുന്നു, അങ്ങനെയാണ് തോറ്റുപോകില്ല എന്ന് പറഞ്ഞു. ഞാൻ കണ്ടത് നല്ല രാഷ്ട്രീയക്കാരനാണ്. താങ്കൾ മന്ത്രി ആയിരിക്കുമ്പോഴും താങ്കൾ MLA ആയിരിക്കുമ്പോഴും താങ്കളുടെ അച്ഛൻ്റെ പാരമ്പര്യത്തോടുകൂടി വന്ന രാഷ്ട്രീയക്കാരനാണ്. ഈ ലാലേട്ടനുമായിട്ടുള്ള ഒരു സൗഹൃദം തുടങ്ങിയിട്ട് എൻ്റെ ഒരു അറിവിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള സൗഹൃദമാണ്. വർഷങ്ങൾക്ക് മുമ്പുള്ള സൗഹൃദമാണ് ലാലേട്ടനുമായിട്ടുള്ള സൗഹൃദം. ആ സൗഹൃദമാണ് ഇപ്പോൾ ഒരു സിനിമയിൽ എത്തി നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഏകദേശം 4 പതിറ്റാണ്ടോളം ആകുന്നു. 37 വർഷം ആയി ഒരു സൗഹൃദമായിട്ട് തുടങ്ങിയത്. യഥാർത്ഥത്തിൽ എൻ്റെ പിതാവും അദ്ദേഹത്തിൻ്റെ പിതാവും ഒരു ഓഫീസർ മന്ത്രി എന്നുള്ള ബന്ധമല്ല, അതിനപ്പുറം ഒരു വ്യക്തി ബന്ധമുണ്ടായിരുന്നു. എൻ്റെ അമ്മ ആറന്മുളയിൽ നിന്നാണ്, അദ്ദേഹത്തിൻ്റെ പിതാവ് എലന്തൂരിലുള്ള ഒരുമിച്ച് ഒരേ കാലയളവിൽ പഠിച്ചതാണ്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ 2 വ്യത്യസ്ത കോളേജുകളിൽ പഠിച്ച് ഞങ്ങൾ വലിയ ബന്ധമില്ലായിരുന്നു. അദ്ദേഹം സിനിമാ നടനൊക്കെ ആയതിനു ശേഷം പരിചയപ്പെട്ടു. അന്ന് മുതൽ എന്താണ് ഇന്നാൾ സുഹൃത്തെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരവില്ലല്ലോ. നമുക്ക് ഓരോരുത്തരിൽ ഓരോ ക്വാളിറ്റി ഇഷ്ടപ്പെടുന്നതും അത് മ്യൂച്വൽ ആകുമ്പോഴത്തേക്കിനും ആ സൗഹൃദം പോയി. അന്നൊക്കെ ആയിരുന്നു ഞാൻ കുറേ സമയം ലാലുവായിട്ട് സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം പൊതുരംഗത്തേക്ക് വന്നതിന് ശേഷം അങ്ങനെ പറ്റുന്നില്ല. പക്ഷേ ഇപ്പോഴാണ് ഒരു സിനിമ ചെയ്യണം എന്നൊരു ആശയം മനസ്സിലേക്ക് വന്നത്. അത് അല്പം മടി, ചോദിക്കണോ വേണ്ട എന്നുള്ളൊരു മടിയോടുകൂടി ചോദിച്ചു. പക്ഷെ ലാല് അതിന് അന്നേരം തന്നെ അതിനൊരു അവ്യക്തത ഉണ്ടായിരുന്നില്ല. ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങ് യാഥാർത്ഥ്യമായി. ഇത്രയും കാത്തിരിക്കേണ്ടതൊന്നും ഇല്ലായിരുന്നു നിങ്ങളുടെ സൗഹൃദം വെച്ച് വേണമെങ്കിൽ. അല്ല, അന്നൊന്നും അങ്ങനെ ഒരു ചിന്താഗതിയില്ല, അങ്ങനെ ഒരു ചിന്താഗതി പോലും വന്നില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നു. ഈ ഒരു സബ്ജക്റ്റ് കേട്ട് കഴിഞ്ഞിട്ടാണ് ലാലേട്ടൻ്റെ അടുത്തേക്ക് എത്തുന്നത്. സബ്ജക്റ്റ് ലാലേട്ടൻ തന്നെയാണ് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. ലിജോ ആയിട്ട് എത്തുന്നുണ്ടല്ലോ, അത് ലാലേട്ടൻ മതി എനിക്ക് എന്നും കൂടെ ഒരു തീരുമാനമുണ്ടായിരുന്നു. അല്ല, ഞാൻ ഈ സിനിമ ചെയ്യുന്ന മോഹൻലാലുമായിട്ടൊരു സിനിമ എന്നല്ലാതെ വേറെ ഒരു നടനുമായിട്ടൊരു സിനിമ എൻ്റെ മനസ്സിൽ പോലും വന്നിട്ടില്ല. അതുകൊണ്ട് ലാലിന് വേണ്ടി പറ്റുന്നത് ചോദിച്ചപ്പോഴാണ് കഥാപാത്രങ്ങൾ അന്വേഷിച്ച് ഒരു വർഷത്തോളം ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ എടുക്കുമ്പോഴും ഒരു വ്യത്യസ്തത അതിനകത്ത് വേണമെന്ന് ഞാൻ സ്വാഭാവികമായിട്ട് ആഗ്രഹിച്ചു. ലാലിൻ്റെ ഒരു ആരാധകൻ, സിനിമാ നടൻ എന്ന മോഹൻലാലിൻ്റെ ഒരു ആരാധകൻ എന്നുള്ള നിലയിൽ ഞാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളുണ്ട്. തന്നെ ലിജോ പോലൊരു ടാലൻറ്റഡ് ഡയറക്ടർ വന്നിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒത്തിരി കഥകൾ കേട്ടു, സമയമെടുത്ത് മണിക്കൂറുകൾ കേട്ടു. പക്ഷേ ഇതിലെ കേട്ടതിലെ ഏറ്റവും മോശം കഥ പറച്ചിൽ ലിജോയുടെ കഥ പറച്ചിലായിരുന്നു. പക്ഷേ ഇവർ തമ്മിലിരുന്നപ്പോൾ 10 മിനിറ്റ് കൊണ്ട് അവർക്ക് അതിൻ്റെ ആശയം മനസ്സിലായി. അവർ തമ്മിലൊരു ഡിസ്കഷൻ അവിടെ അങ്ങ് ഇനീഷ്യേറ്റ് ചെയ്തു. ഇതിനെക്കുറിച്ച് വളരെ ചുരുങ്ങിയ നിലയിൽ പറഞ്ഞിട്ട് പോലും ഡിസ്കഷൻ ഇനീഷ്യേറ്റ് ചെയ്ത് പിന്നെ അതൊരു കഥയിലേക്ക് അങ്ങ് പൂർണ്ണ സ്ക്രിപ്റ്റിലേക്ക് പിന്നെ അങ്ങ് പോവുകയായിരുന്നു. അത് ഇവർ തമ്മിലുള്ള ഒരു ലാംഗ്വേജ്, നേരത്തെ പറഞ്ഞതിലൊക്കെ അത് ഞാൻ ആ സിനിമ ഷൂട്ടിങ്ങിൽ കണ്ടിട്ടുള്ളതാണ്. സാധാരണഗതിയിൽ കാണുന്ന പോലെ ഡയറക്ടർ ആർട്ടിസ്റ്റ് കമ്മ്യൂണിക്കേഷനൊന്നുമില്ല. ഇവർ തമ്മിലൊരു ലാംഗ്വേജ് ഉണ്ട്. അത് നമുക്കൊന്നും കേൾക്കാൻ പറ്റുന്നതിൽ മനസ്സിലാകുന്നില്ല. അതിൻ്റെ ഒരു ഇംപ്രവൈസേഷൻ അവിടെ കണ്ടുകൊണ്ടിരുന്നു. അത് കഥ പറച്ചിലിൽ തുടങ്ങി സിനിമയുടെ പൂർത്തീകരണം വരെ അത് കാണാൻ സാധിച്ചു. അത് കൃത്യമായിട്ട് കാണാനും പറ്റും. ഹരീഷേട്ടാ, ഈ പറഞ്ഞതുപോലെ ഫേസ്ബുക്കിലൊക്കെ കുറേ കുറിപ്പുകൾ ഈ സിനിമയെക്കുറിച്ച് ഫോട്ടോസും കുറിപ്പുകളുമായിട്ട് തന്നെ ഹരീഷേട്ടൻ ഈ സിനിമ എന്തുമാത്രം പ്രൊമോട്ട് ചെയ്യുക അത്രയും ചെയ്തിട്ടുണ്ടെന്ന് എനിക്കുണ്ട്. നമ്മൾ ഇന്നും ആ ഹരീഷേട്ടൻ്റെ ഫേസ്ബുക്ക് നോക്കിയിരിക്കും നമുക്ക് എടുത്തൊരു വാർത്ത ചെയ്യാൻ വേണ്ടി. ആ രീതിക്കാണ് പ്രൊമോട്ട് ചെയ്തത്. അപ്പോൾ അത്രമാത്രം ഈ സിനിമയെ ഇഷ്ടപ്പെട്ടു. ലാലേട്ടനും കൂടെ അഭിനയിക്കുന്നു. നിങ്ങൾ ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ വ്യത്യസ്തമായ ഒരു കഥാപാത്രമായിട്ട് തന്നെയാണ് വന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. വളരെ വ്യത്യസ്തമുള്ള കഥാപാത്രമാണ് അത്. ഇദ്ദേഹം വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ സിനിമ കണ്ടാളെന്നുള്ള രീതിയിൽ ഞാൻ ഇടയ്ക്ക് സാർ പറയാന്നുള്ളതാണ് ഏറ്റവും വലിയ അവാർഡ്. തീർച്ചയായിട്ടും ഞാൻ എത്ര പറയണേ നല്ലത് സാർ ഒരു വാക്ക് പറയാം. അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന്. അത് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ലിജോ ഈ ഫോണിലൂടെയാണ് ആദ്യം
ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പുറത്തായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് എത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ വന്ന് ലിജോ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ നമ്മൾ സിനിമകളിലൂടെ കണ്ടിട്ട് വല്ലാതെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇയാളെ കൂടെ എത്തിപ്പെടാനുള്ള സമയമായല്ലോ എന്ന് ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം അയ്യപ്പേട്ടൻ്റെ ഒരു കവിതയുണ്ടല്ലോ, മഴയെ സ്നേഹിച്ചവൻ്റെ മരണത്തിന് മഴയ്ക്കും വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് വായിച്ചപ്പോൾ തോന്നിയ അതേ ഷോട്ടായിരുന്നു ഇമയവിലെ മഴ പെയ്യുന്ന ഒരു ഷോട്ട്. അത് കണ്ടപ്പോഴാണ് വല്ലാതെ ആഗ്രഹിച്ചു പോയത്. സിനിമയുടെ ഒരു വല്ലാത്ത അർത്ഥത്തേക്കാൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളെ മാന്തി വലിക്കുക. അങ്ങനെ ഉള്ളൊരു ആളെന്നെ തേടി വിളിക്കുന്നു. അപ്പോൾ ഈ 2 ദിവസം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരു 2 മാസം പോലെയായിരുന്നു. കാരണം എനിക്കിവിടെ എത്തിപ്പെടണമല്ലോ, ഞാൻ ഇത്ര ഇഷ്ടപ്പെട്ട ഒരാളല്ലേ. അപ്പോൾ വന്നു ഞാൻ ഓടിക്കതച്ച് അവിടെ എത്തുമായിരുന്നു. അപ്പോൾ എത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ ലിജോ അതേപോലെ തന്നെ കാറിൽ നിന്ന് ഇറങ്ങി ഒരു സെക്കൻഡ് പോലും ഗ്യാപ്പില്ലാതെ കഥയിലേക്ക് കിടന്നു. അത് കേട്ടപ്പോൾ ഞാൻ വളരെ ഹാപ്പിയായി. കാരണം ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ലാലേട്ടനോടൊപ്പം ഒരു സിനിമ കഴിഞ്ഞിട്ടുള്ളൂ. അത് ഓളവും തീരവും എന്ന് പറയുന്ന MT സാറിൻ്റെ പ്രിയൻ സാറ് ചെയ്യുന്ന ഒരു സാധനത്തിൻ്റെ ഒരു ഹാങ് ഓവർ അത്രയും ഇതായി നിൽക്കുന്നൊരു സംഭവം. അത് കഴിഞ്ഞ് അതിൻ്റെ സുഖം തീർന്നിട്ടില്ല, എനിക്ക് എൻ്റെ മനസ്സിൽ തീർന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും അതിശക്തമായൊരു കഥാപാത്രത്തിന് ഇങ്ങനെ വിളി വരുന്നത്. പിന്നെ ഞാൻ എൻ്റെ പാത്രം കഴുകി വൃത്തിയാക്കി അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. അതിലേക്ക് അവർ ഒഴിച്ചു. അല്ല, അതിശക്തമായ കഥാപാത്രം തന്നെയാണ്. എന്നുള്ളതിൻ്റെ ഏറ്റവും ഒരു സെൻട്രൽ ക്യാരക്ടർ എന്ന് വരെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന കഥാപാത്രമാണ് ഹരീഷ് ശരി. അല്ല, ലാലേട്ടൻ അത് പറഞ്ഞപ്പോൾ ഒരു ചിരി വന്നിരുന്നു. അതിന്റെ ആ കുട്ടൻസ് എനിക്കൊന്ന് കിട്ടിയാൽ കൊള്ളാം. ആ ചിരി വന്നത് എന്താണെന്നുള്ള പറയണം. അല്ല, അത് അദ്ദേഹം പറഞ്ഞതിൽ അല്ലാണ് ആ പാത്രം കഴുകി കൊടുത്തതാണ്. കഥാപാത്രം അങ്ങനെയാണ്, പാത്രം കഴുകി കൊടുത്തിട്ട് അതിലേക്ക് കഥ വാങ്ങിച്ചെടുത്തു അങ്ങനെയാണ് കഥാപാത്രം. അങ്ങനെയാണ് എനിക്ക് അത്രയും പാത്രം മുഴുവൻ ക്ലീൻ ചെയ്തിട്ട്, അതായത് പഴയതൊന്നും പറ്റാതെ വൃത്തിയാക്കിയിട്ട്, അതാണ് കഥാപാത്രം. എല്ലാവർക്കും ഒഴിക്കാൻ പറ്റുള്ളൂ. അതാണ് കഥാപാത്രം അല്ലേ ലാലേട്ടാ? അങ്ങനെ വേണേലും വിചാരിക്കാം. ഞാൻ അങ്ങനെ വിചാരിച്ചു. ലാലേട്ടൻ പറഞ്ഞത് ഞാൻ വിചാരിച്ചു. അതിൽ ഞാൻ പറയുന്ന എല്ലാം ശരിയെന്ന് വിചാരിക്കരുത്. ഈ ഒരു ഫയൽമാൻ അല്ലേ, എനിക്ക് തോന്നുന്നത് അതിനകത്ത് സീനുകൾ കണ്ടപ്പോഴൊക്കെ കണ്ടതാണ്. അങ്ങനെ ഒരു ആൾ ജീവിച്ചിരുന്നിരുന്നു, ഒരു ജീവിത കഥയാണ്. ആ ജീവിത കഥയാണ് എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. 100% തെറ്റാണ്. അതല്ല, ശരിയാണോ തെറ്റാണോ എന്ന് അറിയില്ലാതെ ഞാൻ പറഞ്ഞു. അങ്ങനെ പറയുള്ളൂ ഞാൻ. അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്നൊന്നുമില്ല. ഇതൊരു ഒരു എന്താ പറയണ്ട ഒരു ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാലും നമ്മള് ഇപ്പൊ ഞാൻ എന്നെ പറയുകയാണെങ്കിൽ എൻ്റെ അമ്മൂമ്മയുടെ കൂടെയും എൻ്റെ അപ്പച്ചിയുടെ കൂടെയും അമ്മാവിയുടെ കൂടെ ഒക്കെ കിടന്ന് തുടങ്ങിയിട്ടുള്ള കൊച്ചിലെ അപ്പോഴൊക്കെ കഥകൾ കേട്ടാണ്. അവരുടെ ഒരു സ്നേഹത്തിന്റെ ഓറയ്ക്കകത്ത് കിടന്ന് വളർന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരുപാട് കഥകൾ പറഞ്ഞു തരും, ഉണ്ടാക്കി കഥകൾ പറയും. ഉറക്കം എപ്പോഴും നമ്മൾ കഥ പറയാൻ ഇപ്പോഴത്തെ കുട്ടികളും കഥ പറയാൻ തുടങ്ങി അവരിരുന്ന് കേൾക്കും. ഒരിടത്തൊരിടത്ത് എന്ന് പറഞ്ഞിട്ടൊരു കഥ പറയും. അപ്പോൾ അത് പറയും, രാക്ഷസന്മാരെ പറ്റി പറയും, ഭയങ്കര ഗുസ്തി പിടിക്കാൻ പോയി, എന്നിട്ട് അതിനെ തോപ്പിച്ചു, അപ്പോൾ അപ്പൂപ്പൻ അവിടെ ഉണ്ടായിരുന്നു, അപ്പൂപ്പൻ വന്നു, അങ്ങനെയൊക്കെ ഒരു കഥ. അങ്ങനത്തെ ഒരു കഥയാണിത്. ഇത് എവിടെ സംഭവിച്ചു, എവിടെ ഉണ്ടായെന്നൊന്നുമല്ല, ഒരാളുടെ കഥയാണ്. പക്ഷെ അതിൻ്റെ അകത്ത് ഒരുപാട് കഥകളുണ്ട്. അയാൾക്കൊരു കഥയുണ്ട്, വേറെ പല കഥകളിലേക്ക് അത് പോകും. അതായത് അതിനൊരു പ്രത്യേക ടൈമോ സ്പേസോ ഒന്നുമില്ല. ഒരു മായാവാദം പോലെ അങ്ങനെ പോകുന്ന ഒരു കഥയാണ്. ഇതിൻ്റെ ഒരു ഗെറ്റപ്പിൽ ലാലേട്ടൻ 1 വർഷത്തെ നീണ്ട ഷൂട്ട് എന്ന് പറഞ്ഞു. അതിൽ ശരീരത്തിലൊക്കെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊന്നും മറ്റു സിനിമ അതേപോലെ ഫയൽ വാൻ്റെ കഥയൊന്നും അല്ല. അങ്ങനെ ഫയൽ വാൻ എന്നുള്ള ഒരു യോദ്ധാവാണ്. യോദ്ധാവ് എന്ന് പറയുമ്പോൾ ഒരു എന്താണ് ഇപ്പോഴത്തെ ഒരു മറ്റേ മാർഷ്യൽ ആർട്ട് എന്നൊക്കെ പറയാം. എന്ത് രീതിയിലും അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാൻ കഴിവുള്ള ഒരാളുടെ കഥ എന്ന് വേണേൽ പറയാം. അതെങ്ങനെ അയാളായി, ആരാക്കി, എന്തിനാക്കി എന്നൊക്കെ ഉള്ളതാണ് സിനിമയുടെ കഥ. കാലഘട്ടം അങ്ങനെ കാണിക്കുന്നുണ്ടൊന്നുമില്ല. അത് നിങ്ങൾക്ക് ഇഷ്ടമല്ല, നിങ്ങൾ പറയാണിത് 18-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനിച്ചോളൂ ഇത് എവിടെയാണെന്ന്. കാര്യം ഈ സിനിമ നേരത്തെ ശിവ പറഞ്ഞു ഇത് തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും കന്നഡത്തിലൊക്കെ ഇത് പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് കാണുമ്പോൾ അവരുടെ എവിടെയുള്ള ഒരു സ്ഥലമായിട്ട് തോന്നും, ഹിന്ദി കാണുമ്പോൾ എവിടെയോ അവരുടെ ഉള്ളൊരു സ്ഥലമായിട്ട് തോന്നും. അങ്ങനെ ഒരു സ്ഥലത്താണ് ഇത് നടക്കുന്നത്. ആ രീതിക്ക് അതിനൊരു എന്താ പറയുക. പക്ഷേ ഈ കഥയിൽ എല്ലാവിധ മാനുഷിക വികാരങ്ങളും ഉള്ളൊരു കഥയാണ്. എല്ലാവർക്കും, എല്ലാ ക്യാരക്ടേഴ്സിനും അത് അവർക്ക് പറയാനൊരു കഥയുണ്ടാവും, അവർക്ക് പറയാനൊരു നൊമ്പരം ഉണ്ടാവും, അവർക്ക് പറയാനൊരു പ്രണയം ഉണ്ടാകും, അല്ലേ? അതെല്ലാത്തിനും ഒരു ചെറിയ അസൂയ ഉണ്ടാവും, ചില പകയുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള എല്ലാ ക്യാരക്ടേഴ്സും അതിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഇപ്പം ഞാനും ഹരീഷും ഉൾപ്പെടെ ബാക്കി എല്ലാവരെയും അത്ര കെയർഫുള്ളായിട്ടാണ് ഇതിൻ്റെ സംവിധാനം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം അതിൽ പിന്നെ ചെറിയ റോള് ചെയ്ത ആൾ പോലും
മറ്റേതൊക്കെ പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. മറാഠി ഫിലിംസിലുള്ള കുട്ടിയുണ്ട്, അല്ലെങ്കിൽ ബംഗാളി ഫിലിമിലുണ്ട്, കന്നഡയിലുള്ള ഒരാളുണ്ട്. ഇതുവരെ സിനിമയിൽ അഭിനയിക്കാത്ത ആൾക്കാരാണ് കൂടുതൽ. അപ്പോൾ അത്തരം ആൾക്കാരെ വെച്ചിട്ട് ആ ക്യാരക്ടേഴ്സിലേക്ക് അത്ര മനോഹരമായിട്ട് മോൾഡ് ചെയ്താണ് ആ സിനിമയിൽ. കൃത്യമാണ്. ഈ വാലിബൻ എന്ന് പറയുമ്പോൾ ഈ എല്ലാമുണ്ട്, വിരഹമുണ്ട്, സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, പ്രണയമുണ്ട്. ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ അലട്ടുന്ന ഒരു സബ്ജക്റ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യില്ലേ? ഇദ്ദേഹം നമുക്കെന്ന് പറയാൻ എൻ്റെ കാര്യം വിട്ടേക്കും, നിങ്ങൾക്ക് ഫീൽ ചെയ്യട്ടെ, അങ്ങനെ ഉണ്ടാവണ്ടേ? തീർച്ചയായിട്ടും ഒരു സിനിമയാണ്. അതെ. ലാലേട്ടൻ എല്ലാ രഹസ്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് അങ്ങനെയാണ്. അല്ല, അത് പറയല്ല, അത് പറഞ്ഞു തന്നെ ശരിയാവില്ല. അത്തരത്തിലേക്ക് ഞാൻ പോകുന്നുമില്ല. ഷിബുചേട്ടാ ഈ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ലാലേട്ടൻ ഇങ്ങനെ പോകുന്നുണ്ട്. ഇടയ്ക്ക് ലാലേട്ടൻ അവിടെ വെച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിലിപ്പോൾ ഉണ്ട്. ലിജോയുടെ ക്ലൈമാക്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പുറത്തേക്കായിരിക്കും, നമ്മൾ ആർക്കും ഇതായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുകൊണ്ട് അത്രമൊരു ക്ലൈമാക്സ് ആണ്. അപ്പോൾ ലാലേട്ടൻ അവിടെ വെച്ച് പറഞ്ഞത് വലിയ വാർത്തയിൽ ഇപ്പം നിറഞ്ഞിരിക്കുകയാണ്. ക്ലൈമാക്സ് ആണ് നമ്മൾ കാണേണ്ടതെന്ന് പറഞ്ഞ് വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഷൂട്ടിംഗ് സ്ഥലത്ത് പോകുമ്പോഴാ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുമ്പോൾ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ? അല്ല, ഞാൻ പലപ്പോഴായിട്ട് പോയിട്ടുണ്ട്, അതിൻ്റെ പല ഭാഗങ്ങളിലും പലപ്പോഴായിട്ട് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ലാല് നേരത്തെ പറഞ്ഞത് തന്നെ എനിക്ക് പറയാനില്ല. ലിജോയുടെ ക്ലൈമാക്സ് പറഞ്ഞാൽ അതൊരു സർപ്രൈസ് ആണല്ലോ എല്ലാത്തിലും. അത് ആ സർപ്രൈസ് ഇതിലും ഉണ്ട് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ പറഞ്ഞാൽ പിന്നെ അതിൻ്റെ കാര്യമില്ല. മാത്രമല്ല, ഞാനിരുന്ന് നേരത്തെ അവിടെ ചോദിച്ചത് ആദ്യം മുതലേ കുലുങ്ങും, ഇത് അവസാനം ഭയങ്കര, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പടം ഇറങ്ങി ആദ്യത്തെ ഷോ കഴിയുമ്പോഴത്തേക്കിനെല്ലാം ആഗ്രഹിച്ചാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ഡയറക്ടറേയും ലാലിൻ്റെയും ഒക്കെ ഒരു ഭയങ്കരമായ കോൺട്രിബ്യൂഷൻ അതിനകത്തുണ്ട്. അതിലൊക്കെ ഞങ്ങൾ 100% 100 എന്നുള്ളൊരു ഇതിലല്ല, അതിൽ ഇതിൽ കൂടുതൽ തൃപ്തി വരാനില്ല. വരം പിന്നെ ഇനിയിപ്പം തിയേറ്ററിലെല്ലാം പ്രേക്ഷകർ റെയിലിരിക്കുന്ന കാര്യമില്ല. ഈ ആളുകളെ ഇതിനകത്തേക്ക് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഷിബുചേട്ടൻ്റെ ഒരു ഇടപെടലൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇന്ന ആളുകൾ എന്നൊക്കെ ലിജോ പറയുമ്പോഴും അത് ഇപ്പം ബംഗാളി, മറാഠി, ഇവിടെ നിന്നൊക്കെ ആളുകളുണ്ട്. അത് അവിടെ കറക്റ്റ് ആണ് എന്ന് പറയുകയും നമ്മൾ എല്ലാ ഭാഷയിലേക്ക് ഇത് ചെയ്യുകയും ചെയ്യുമ്പോൾ അവർ വേണമെന്ന് തന്നെ ഒരു വാശി ഉണ്ടായിരുന്നു. എനിക്ക് വലിയൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ഞാൻ പിന്നെ അത് ലിജോ ഇതെങ്ങനെ കണ്ടുപിടുത്തി എന്നുള്ളതാണ് എന്നെ അന്നും ഇന്നും അലട്ടുന്നത്, അത്ഭുതപ്പെടുത്തുന്നത്. കാരണം ബംഗാളിൽ നിന്നൊരു കൊച്ചുകുട്ടിയെ ലിജോ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തു. മറാഠിയിൽ എന്നുള്ള ഒരു നമ്പർ 1 ഡാൻസറാണ് സൊനാലി കുൽക്കർണി, അവരെ കണ്ട്. ഹരീഷിനെ അല്ല, ഡാനിഷ് സേട്ട് എന്ന് പറഞ്ഞ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ, അദ്ദേഹത്തെ കണ്ടെത്തി. മനോജ് എന്ന് പറഞ്ഞ് മനോജിനെ ആർക്കും അങ്ങനെ അറിയാവുന്ന ആളല്ല, മനോജിനെ കണ്ടെത്തി. ഇതെല്ലാം ആ മനുഷ്യൻ എങ്ങനെ കണ്ടെത്തിയെന്ന് ഇപ്പോഴും എനിക്ക് ഉത്തരവില്ല. പക്ഷെ അത് സിനിമയിൽ നമ്മൾ കാണുമ്പോൾ അതിഗംഭീരമായിട്ടുള്ള ആ പ്ലേസ്മെൻ്റാണ്, കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവും. ഒരു സംവിധായകൻ എന്ന നിലയിൽ ലിജോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മൾ കുറേ സിനിമകൾ അദ്ദേഹം വെക്കുന്ന ക്യാമറകൾ തന്നെ നോക്കാം. ഒന്ന് സ്റ്റഡി തന്നെയായിരിക്കും, മൂവിങ് ആണ് മൂവിങ് തന്നെ ആയിരിക്കും. സംവിധായകൻ എന്ന നിലയിലേക്ക് അദ്ദേഹത്തെ ഓരോ ഫ്രെയിമും ലാലേട്ടൻ വിലയിരുത്തി കാണുമല്ലോ. ഷൂട്ടിംഗ് പറയാൻ പറ്റില്ലല്ലോ, ഓരോ സിനിമയ്ക്ക് ഓരോ തരത്തിലല്ലേ. ഈ സിനിമയിൽ എന്താ വേണ്ട എന്നുള്ള രീതിയിൽ അദ്ദേഹം വളരെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ സിനിമ പോലെ ആയിരിക്കില്ലല്ലോ ഈ സിനിമ. ഒരു പീരിയഡ് ലുക്ക് ഉണ്ട് വേണം. അതിന്റെ കളറിങ് വേറെ ആയിരിക്കും, അതിന്റെ കളർ പാറ്റേൺസ്, കൊടുക്കുന്ന കോസ്റ്റ്യൂം, ഉപയോഗിക്കുന്ന സാധനങ്ങള്, വെക്കുന്ന ഫ്രെയിമുകള് എല്ലാം വേറെ വേറെ ആയിരിക്കുമല്ലോ. അത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. സിനിമ കണ്ടിട്ട് വളരെ നന്നായിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ അതിന്റെ പുറകിൽ എന്തോരം കാര്യങ്ങൾ വേണം. അപ്പൊ അത്തരം കാര്യങ്ങളിൽ ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കാര്യം ഇത്രയും വലിയൊരു സിനിമ ഒരു പക്ഷേ ലിജോ ആദ്യമായിട്ടായിരിക്കും ചെയ്യുന്നത് പറഞ്ഞാൽ അതിൻ്റെ ഒരു വോളിയം വെച്ചിട്ട്. അപ്പോൾ അതിന് ഒരു മുൻ ധാരണയോട് കൂടി തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. ഇത് ഒരുപാട് സിനിമകൾ ചെയ്യുന്ന ആളാണ്. നമുക്ക് കണ്ട പഴയ ഒരു MGR സിനിമ, അല്ലെങ്കിൽ ഒരു ഷോലെ, അല്ലെങ്കിൽ വേറെ ഒരു വെസ്റ്റേൺ ഫിലിമിൻ്റെ ഒക്കെ ഓർമ്മകൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ഫ്രെയിമുകളാണ് ഈ സിനിമയിലുള്ളത്. ഒരു കഥാപാത്രത്തിൽ നിന്നും അടുത്ത കഥാപാത്രത്തിലേക്കാണ് യാത്ര ലാലേട്ടൻ അല്ലേ? ഇനി വരാൻ പോകുന്ന സിനിമകളാണെങ്കിലും അത്തരം വ്യത്യസ്തമായ കഥാപാത്രത്തിലേക്കുള്ള യാത്രയാണ്. അത്തരം ഒരു മേക്കിംഗ് ചെയ്യാൻ വേണ്ടി ലാലേട്ടൻ്റെ ഒരു ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ് എങ്ങനെയായിരിക്കും ലാലേട്ട? അങ്ങനെ വലിയ രീതിയിൽ അങ്ങനെ തയ്യാറെടുത്ത് ചെയ്യേണ്ട കഥാപാത്രങ്ങളൊന്നും അങ്ങനെ നമുക്കില്ലല്ലോ. ശരിക്കും വേറെ വർഷത്തിൽ 2 സിനിമ ചെയ്യുന്ന ആൾ അങ്ങനത്തെ സിനിമകളൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ച് തയ്യാറെടുപ്പൊക്കെ ചെയ്യാം. ഇപ്പം ഈ സിനിമയ്ക്ക് ഒരു മല്ലൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് നല്ല ആരോഗ്യമുള്ളൊരു ശരീരം വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിപ്പം അല്ലെങ്കിലും നല്ലതാണ് എക്സസൈസ് ചെയ്യാന്നുള്ളത്. ഇപ്പം നേരെന്നുള്ള സിനിമയ്ക്ക് അതിന് വേണ്ടിയിട്ടൊരു അഡ്വക്കേറ്റിനെ പോയി പഠിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തരും ഓരോ തരത്തിലല്ലേ.
അപ്പം നമ്മൾ മനസ്സുകൊണ്ട് ഒരു മാജിക് ഇഫ് എന്നാണ് പറയുന്നത്. ഞാൻ ആ സ്ഥലത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്യും എന്നുള്ള രീതിയിൽ ബോധമനസ്സിലോ അല്ലെങ്കിൽ അബോധമനസ്സിലോ ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ്. ഞാനതിങ്ങനെ പറഞ്ഞു തരുന്നത്. ഇതിനു വേണ്ടി ഞാൻ ഇരുന്ന് പഠിച്ചു, മലയക്കോട്ട ബാലിബനാകാനായിട്ട് ഞാൻ പഠിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ചെയ്യാത്ത കാര്യം എന്തിനാ പറയണേ? പിന്നെ നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ അത്രയും നല്ല മിടുക്കന്മാരാണെങ്കിൽ നമുക്ക് പകുതി ജോലി കുറഞ്ഞു. കാര്യം ഞാനൊരു കാര്യം പറയുമ്പോൾ അതിന് തിരിച്ചു പറയുന്നതും വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പെർഫെക്റ്റ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഇങ്ങോട്ടുള്ളോ അങ്ങോട്ടൊക്കെ ഉള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഈ സിനിമയിൽ എല്ലാ തരത്തിലും, ഇതിൻ്റെ ആക്ഷൻ ആണെങ്കിലും അതിൻ്റെ ക്യാമറ ആയാലും എല്ലാ തരത്തിലും അങ്ങനെ ഒരു പെർഫെക്ഷൻ വന്നു ഈ സിനിമയ്ക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ പെർഫെക്റ്റ് ആക്കാൻ ആ ഡയറക്ടർ നോക്കും. കാര്യം ഇങ്ങനൊരു സിനിമ വീണ്ടും ചെയ്യാൻ പറ്റില്ല. എപ്പോഴും അങ്ങനെയാണല്ലോ. ഒരു സിനിമ ഒരിക്കലേ ചെയ്യാൻ പറ്റുള്ളൂ. അത് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് പോയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെ ഏറ്റവും മാക്സിമം കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളും കൂടെയാണ്. ഒരു പക്ഷേ പലർക്കും അല്ല അത് കുഴപ്പമില്ല, അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം, ഇതിൻ്റെ ഇങ്ങനെ മതി. അപ്പോൾ അത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കാത്ത ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ആ സിനിമയ്ക്ക് ഉണ്ടാവും. ഈ ലിജോയെ സംബന്ധിച്ചിടത്തോളം ഒരു വാശിയുള്ള ഒരാളാണ്. ചില കാര്യങ്ങൾക്ക് എനിക്കത് വേണം, എനിക്ക് അല്ലെങ്കിൽ അത് വേണ്ട എന്ന് കൃത്യമായിട്ട് പറയുന്ന ഒരാളാണ്. അത് സിനിമയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. ആ സിനിമയ്ക്ക് കൂടുതലും വേറെ കാര്യങ്ങൾക്കായിരിക്കും. അപ്പം അതൊക്കെ കൂടുതൽ പ്രൊഡക്ഷൻ സൈഡിലായിരിക്കാം. നമ്മളോടൊന്നും അങ്ങനെ ഒരു കാര്യം എനിക്ക് ഇങ്ങനെ തന്നെ തലകുത്തി വീഴണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നൊന്നും പറയേണ്ട കാര്യമില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു ധാരണയോട് നമുക്കും കുറച്ച് മനസ്സിലാവുമല്ലോ ഏത് തരത്തിലാണ് പെരുമാറേണ്ടതെന്ന്. നമ്മൾ അങ്ങോട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ അങ്ങോട്ട് ചെന്ന് ഇങ്ങോട്ട് വരാൻ കുഴപ്പമില്ല, ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് എന്താ വേണ്ടതെന്ന് ചെയ്തു കൊടുക്കുക എന്നുള്ള രീതിയിലാണല്ലോ. അങ്ങനെയാണല്ലോ ഒരു ആക്ടർ ചെയ്യേണ്ടത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം. അതുകൊണ്ടാണ് ഡയറക്ടർ എന്നുള്ളൊരു പോസ്റ്റ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ചെയ്ത് ശരിയായില്ലെങ്കിൽ ഒന്നുകൂടെ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയും, അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും. തീർച്ചയായിട്ടും എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്റെ അടുത്തുള്ള ചോദ്യമാണ് ഞാൻ പറഞ്ഞത്, ഉത്തരവാണ് പറഞ്ഞത്. അതെ തീർച്ചയായിട്ടും. അദ്ദേഹം എപ്പോഴും ഒരു ഗുരുനാഥനായിട്ട് കാണുന്നത് KG ജോർജ് സാറിനെയാണ്. ജോർജ് സാറുമായിട്ട് ലാലേട്ടൻ ഒരു സിനിമ ചെയ്തിട്ടില്ല. അദ്ദേഹം ചെയ്യാനിരുന്നാണ്, പിന്നെ നടന്നില്ല. അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമായിരുന്നു എന്ന് ഞാനും പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ, അദ്ദേഹം ഗുരുവായിട്ട് കാണുന്ന അദ്ദേഹമാണ് ലാലേട്ടനെ കൂടെ ലാലേട്ടൻ്റെ ഒപ്പം കൂടിയത്. ലിജോയുടെ അടുത്ത് ചോദിക്കേണ്ട ചോദ്യമായിരുന്നു. അത് അദ്ദേഹത്തിന് മനസ്സിന് തൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ലാലേട്ടന് തോന്നുന്നില്ലേ? അദ്ദേഹത്തിന്റെ ചോദ്യമാണ്. KG ജോർജ് സാറുമായിട്ട് എനിക്ക് നല്ല പരിചയമാണ്, ഒരുപാട് വർഷത്തെ പരിചയം. ഞങ്ങളൊരു സിനിമ ചെയ്യാനിരുന്നാണ്, കഥാമോഹിതം എന്നൊക്കെ. പിന്നെ അത് നടന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമ മേക്കിങ്ങിന് ഇഷ്ടമായ ഒരാളാണ്. അപ്പൊ അതുപോലെ ഈ KG ജോർജ് സാർ ഈ സിനിമ ചെയ്തിരുന്നത് എങ്ങനെയാവുന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ മനസ്സുകൊണ്ട് അദ്ദേഹത്തിന് വളരെ സന്തോഷം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും. അതാണ് ഞാൻ അത്ര ഒരു ചോദിച്ചത്. ഹരീഷയുടെ കുറേ കഥാപാത്രം തമിഴിലും ഒക്കെയായിട്ട് കുറേ കഥാപാത്രങ്ങൾ ചെയ്തു വരുന്നുണ്ട്. താങ്കൾ ഫുൾ ടൈം ബിസിയാണ്. ഞാൻ കാണുന്നത്, ഞാൻ എപ്പോഴും നമ്മൾ ഫോണിൽ ബന്ധപ്പെടാറുണ്ട്. ഫുൾ ടൈം ബിസിയാണ്. ഇതിനു വേണ്ടി 1 വർഷമാണ് മാറ്റിവെച്ചല്ലേ, 1 വർഷം. ആ സമയങ്ങളിൽ പല സിനിമകളും വന്നിട്ടും ഉണ്ടാകാം. എന്നാൽ എനിക്കിത് മതി എന്ന് തന്നെ തീരുമാനിച്ച് ഉറച്ച് നിന്ന ഒരു വ്യക്തിയാണ്. അതിൻ്റെ ഫലമാണ് ഈ സിനിമയ്ക്ക് ഉള്ളതെന്ന് ഇപ്പോൾ ലാലേട്ടൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. നേരത്തെ പറഞ്ഞ പോലെ ലിജോയുടെ കൂടെ ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള മോഹവും അതിമോഹമല്ല, ഒരു ആഗ്രഹമായിരുന്നു. അത് സഫലമായിരിക്കുകയാണ്. പ്രേക്ഷകർ ഇനി എങ്ങനെയാണ് ഇത് സ്വീകരിക്കുക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഹരീഷേട്ടൻ്റെ ഒരു മനസ്സിൽ? അല്ല, നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക, അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആളുകൾ കൊള്ളുകയും തള്ളുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഉത്തരവാദിത്വമാണ്. അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഇതിനനുസരിച്ചിരിക്കും. നമ്മളൊരു 100 ദിവസം ചെയ്ത കാര്യം അവർ 2.5 മണിക്കൂർ കൊണ്ട് കാണാം. അതെ. അപ്പൊ അദ്ദേഹത്തെ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എത്രയോ ദിവസങ്ങൾ കണ്ടു. ഏറ്റവും ആദ്യം ലൊക്കേഷനിൽ പോകുന്ന പുള്ളിയാണ്. എന്നിട്ട് പ്രത്യേക മേക്കപ്പാണ്. ഒരു പക്ഷെ ചെയ്തിട്ടിരുന്ന 1 ഷോട്ടേ ചിലപ്പോൾ എടുക്കുള്ളൂ, 2 ഷോട്ടേ എടുക്കുള്ളൂ. അതിലൊരു പരിഭവമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതാണ് ഞങ്ങൾ എല്ലാവരും ആ സിനിമ ചെയ്തിരിക്കുന്നത്. അത് ആ സിനിമയോടുള്ള ഇഷ്ടമാണ്. ഇതൊക്കെ നമ്മുടെ ജനങ്ങളോട് പറയണം, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തൊരു സിനിമയാണ്, നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് നമ്മൾ 100 ദിവസമോ 200 ദിവസമോ ഷൂട്ട് ചെയ്തതെന്നൊന്നും അറിയേണ്ട കാര്യമില്ല. അവർക്ക് ആ 2.5 മണിക്കൂറിൽ നിങ്ങൾ എന്ത് ചെയ്തു. നമ്മുടെ ആസ് ആൻ ആക്ടർ എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്ന കഥാപാത്രത്തെ മാക്സിമം നന്നായി അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ബാക്കി ഇതിൻ്റെ ഒരു കൂട്ടായ്മയാണ്. ഇതിനെല്ലാം ഉപരി ഈ ഒരു ഭാഗ്യം എന്ന് പറയുന്ന സാധനമുണ്ട്. ഭാഗ്യം എന്നൊരു വാക്കല്ല, അത് അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്. അത് ആ ഒരു ചൈതന്യം ഈ സിനിമയിലേക്ക് വരട്ടെ, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ വീണുപോയപ്പോൾ
കൈപിടിച്ചുയർത്തിയ ഒരാളുടെ പേര് പറഞ്ഞാൽ ആരെ പറയും? എനിക്കങ്ങനെ ഒരു ഗോഡ് ഫാദർ ആരും ഉണ്ടായിട്ടില്ല. ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് തന്നെ എൻ്റെ പിതാവ് വീട് പോയതിന് ശേഷമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്ത നന്മയുടെ ഒരു പ്രതിഫലനം എനിക്കത് പിന്തുണയായി വന്നു എന്നല്ലാതെ എനിക്ക് പൊളിറ്റിക്സിലൊരു ഗോഡ് ഫാദർ ഒരിക്കലും ഉണ്ടായിട്ടില്ല. പിതാവിൻ്റെ പൊസിഷനിൽ നിന്ന് എൻ്റെ കയ്യിൽ കൊണ്ട് വീണു. പിന്നെ ഞാൻ തന്നെ കയറാണ്ട മാർഗം നോക്കുക എന്നുള്ളത് മാത്രം. ആരുമില്ല ഗോഡ് ഫാദർ, പിതാവ് തന്നെയാണ് നമ്മുടെ എല്ലാം. യെസ്, പിതാവാണ് നമ്മളെ രാഷ്ട്രീയത്തിൽ ഇറക്കിയതും. പിതാവ് വീണതിന് ശേഷമാണ് നമ്മൾ രാഷ്ട്രീയത്തിൽ സജീവമായത്. ലാലേട്ടുമായിട്ടുള്ള യാത്രയിൽ നിങ്ങളിപ്പോൾ ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ടെന്ന് അതിൻ്റെ ഒരു ഓർമ്മയിൽ ഒരു സംഭവം എടുക്കാൻ പറഞ്ഞാൽ എന്തെടുക്കാൻ പറ്റും? ലാലേട്ടനുള്ള ഓരോ യാത്രയിൽ അല്ല ഒരു ഓർമ്മ എടുക്കാൻ പറ്റുള്ളൂ. ലാലേട്ടനും ഉണ്ടാവും. എനിക്ക് എൻ്റെ പിതാവിന് നിർബന്ധ ബുദ്ധിയുണ്ടായിരുന്നു. രാത്രി ഒരു 10-11 മണി കഴിഞ്ഞാൽ കാറിൽ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. അത് പുള്ളിക്ക് നല്ല നിർബന്ധമായിരുന്നു. പുള്ളിക്ക് ചില ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു. എൻ്റെ 13 പേര് മൂത്തയായിരുന്നു, ബാക്കി 12 പേര് മരിച്ചത് ചെറുപ്പത്തിലേ മരിച്ച എൻ്റെ ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്നു മക്കളുടെ. ഞാൻ എനിക്ക് കാലിക്കറ്റിൽ നിന്ന് വന്നു. ഞാൻ ട്രെയിനിന് ബുക്ക് ചെയ്തു. രാത്രി ട്രെയിനിന് രാവിലെ ഇവിടെ എത്തുന്നില്ല. ഞങ്ങൾ സംസാരിച്ചിട്ട് ട്രെയിനിന് പോയി. എന്നാൽ ലാലിൻ്റെ ട്രിവാൻഡ്രത്ത് പോകുന്നു. ഞാൻ ലാലിൻ്റെ കാറിൽ കയറി ട്രെയിൻ കൊല്ലത്തെത്തുന്ന സമയത്തിന് മുമ്പ് ഞങ്ങൾ കൊല്ലത്തെത്തി. പക്ഷെ അദ്ദേഹം വരാതെ നിൽക്കുകയാണ് വിസിറ്റേഴ്സിനെ. പുള്ളിക്ക് മനസ്സിലായി രാത്രി മൊത്തം കാറിലാണ്. അന്ന് പുള്ളി ലാലിന് വെച്ച് അത്രയും പറഞ്ഞില്ല. ഒന്ന് ചെറുതായിട്ട് നീരസം പറഞ്ഞ് എന്നെ മാറ്റിയെടുത്ത് ശരിക്കും കൈകാര്യം ഞാൻ ഇത് കാണിക്കില്ല. ആ ഒരു ഷോക്ക്. രാത്രി മൊത്തം ഞങ്ങൾ യാത്ര ചെയ്തു. ലാലിൻ്റെ അടുത്ത് എന്തോ പറഞ്ഞു, നിങ്ങളൊക്കെ ഈ രാത്രി യാത്രയൊക്കെ ഒഴിവാക്കേണ്ടിയില്ല എന്നൊക്കെ ചോദിച്ചു. പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ഓർമ്മ വന്ന സംഭവമാണ്. ഞാൻ അറിഞ്ഞത് ലാലേട്ടും നിങ്ങളുടെ യാത്രയിലൊക്കെ നിങ്ങൾക്ക് ഒരു റൂമിൽ തന്നെ ഷെയർ ചെയ്ത് കഴിയുന്ന ഒരു വ്യക്തികളായിരുന്നു. ഞങ്ങൾ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ആ സമയങ്ങളിൽ ഒരുപാട് പുറത്ത് പോകുന്നതാണ്. അന്ന് ആ സമയത്തൊക്കെ പോകാത്ത പല സ്ഥലങ്ങളാണ്. സ്പെയിൻ ആയാലും അല്ലെങ്കിൽ ലാസ് പാൽമസ്, ഗ്രീസ്, US, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല ഓർമ്മകളേ ഉള്ളൂ. എൻ്റെ ഫാദറും അദ്ദേഹത്തിൻ്റെ ഫാദറുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ്. എൻ്റെ ഫാദർ ലോ സെക്രട്ടറി ആയിരുന്നപ്പോഴും അല്ലാതെ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അത് ഞങ്ങളിലും ആ ഒരു സ്നേഹം റിഫ്ലക്റ്റ് ചെയ്യുന്നു. ലൊക്കേഷനിൽ എന്തെങ്കിലും ഒരു ഓർമ്മ പങ്കുവയ്ക്കുക. ലൊക്കേഷനിലുണ്ടായ രസകരമായ ഒരു അനുഭവം ലാലേട്ടൻ നോക്കി. എല്ലാം രസകരമാണ്, ഓർമ്മകളാണ്. സത്യമാണ്, എല്ലാം രസകരമാണ്. മോശമായ ഒരു ഓർമ്മ പങ്കുവയ്ക്കാൻ പറഞ്ഞാൽ ഇല്ല. മോശമായ ഒരു ഓർമ്മ പങ്കുവയ്ക്കാനുള്ള അവിടെ തേനീച്ച കുത്തിയതായിരിക്കും ചിലർക്ക്. രസകരമായ ഓർമ്മകൾ എന്ന് പറയാൻ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പല രസകരമായ ഓർമ്മകളും വളരെ പേഴ്സണൽ ആയിരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഹരീഷും തമ്മിലുള്ള. അപ്പൊ അത് പങ്കുവെക്കാൻ ഇങ്ങനൊരു വലിയ സദസ്സിന് പറ്റില്ല. രഹസ്യമായിട്ട് തനിച്ച് വന്നാൽ പറഞ്ഞുതരാം. എന്നോട് പറഞ്ഞുതരാം. ലാലേട്ടൻ എപ്പോഴും അങ്ങനെയാണല്ലോ പറയുന്നത്. ലാലേട്ട അവസാനിപ്പിക്കുക എൻ്റെ സജീവം, അത് കഴിഞ്ഞു. ഇനിയും സമയമില്ല, നമുക്ക് ഓഡിയോ ലോഞ്ചിന് പോകണമെന്നൊക്കെ എനിക്കറിയാമല്ലോ. ഒരു രണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നുള്ളൂ. ലാലേട്ടൻ ഈ സിനിമ പ്രേക്ഷക റൂമിലേക്ക് വെക്കുമ്പോൾ പ്രതീക്ഷകളേറെയാണ്. നമ്മളെപ്പോലെ ലാലേട്ടൻ പ്രതീക്ഷ സ്വീകരിക്കുക എന്നുള്ള മാത്രമേ. നമ്മൾ 100 മാർക്കിട്ട് എഴുതിയെന്നാണ്. നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞു, മാർക്ക് ഇടുന്നതിന് പ്രേഷറാണ്. 100-ൽ 100 തരുമെന്നുള്ള നമ്മൾ കാത്തിരുന്ന് കാണണം. ഇനി ചെയ്യേണ്ട സിനിമകൾ പലതുമുണ്ട് അല്ലേ? ലാലേട്ടൻ കമ്മിറ്റ് ചെയ്ത് വെച്ചാൽ ഒത്തിരി സിനിമകളുണ്ട്. അതിൽ ഇന്നത് വേണം, അല്ലെങ്കിൽ ഇന്ന വേഷം എനിക്കൊന്ന് ചെയ്യണമെന്ന് എന്തെങ്കിലും മനസ്സിൽ ഓർമ്മ വെക്കുന്ന സിനിമകളുണ്ടോ ലാലേട്ടന്? അതൊന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് എന്തിനാണ് മനസ്സിനെ വിഷമിപ്പിക്കുന്നത്? ടെൻഷൻ അടിക്കാൻ ഇഷ്ടമല്ല. ഞാൻ നാളെ എണീറ്റിട്ട് എനിക്ക് മലൈക്കോട്ട വാലിബൻ പോയിട്ട് സിനിമ ചെയ്യണമെന്ന് നടക്കുമോ? അത് സംഭവിക്കേണ്ടതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യവും ചെയ്യില്ല. അതുകൊണ്ടാണല്ലോ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു സിനിമ ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങോട്ട് സിനിമ ചെയ്യേണ്ടി വന്നു. എത്രയോ വർഷമായിട്ട് സിനിമ അഭിനയിക്കുക, വേറെ ഒരു ജോലി അറിഞ്ഞുകൂടാ, ഇത് മാത്രമേ അറിയാവുള്ളൂ. അപ്പൊ എങ്ങനെയെങ്കിലും പച്ചരി ഉണ്ടോണ്ട് പോട്ടെ. പച്ചരി അല്ലേ, ബിരിയാണി അല്ലേ? ബിരിയാണി കഴിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പച്ചരി എങ്കിൽ പച്ചരി. ഞാൻ ഇതൊക്കെ ബിരിയാണി കഴിച്ചു പോട്ടെ. ലാലേട്ട ഒത്തിരി സന്തോഷം. എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എൻ്റെ ഒരു ഉപദേശം വല്ലതും ഉണ്ടോ? എനിക്ക് അല്ല, ഞാൻ ഉപദേശിക്കാൻ ഞാൻ തന്നെ ശരിയല്ല, അതുകൊണ്ട് ഞാൻ എങ്ങനെ ഉപദേശിക്കുന്നു? കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇറങ്ങി, അതുകൂടെ ചോദിച്ചോട്ടോ. ഭയങ്കര ചിരിക്കുന്ന ഒരു വീഡിയോ. അതെ,
അത് ആ ചിരി നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നത്. ലാലേട്ടന്റെ രണ്ട് ഞാനും ആലോചിക്കായിരുന്നു അത് എന്തിനാണ് അയ്യോ. സത്യം സത്യം പറഞ്ഞില്ല. ശ്രീകുമാറായിട്ടല്ലേ ആ ശ്രീകുമാറായിട്ട് എന്തോ രസകരമായ ഒരു കാര്യം ആ പറഞ്ഞു. ഒരു ചിരി മനസ്സിൽ നിന്ന് മായാത്തൊരു ചിരി. ലാലേട്ടന് 2 ചിരികളാണ് എനിക്ക്, 3 ചിരികൾ. ഒന്ന് ബിഗ് ബോസില് ഒരു ചിരി. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്തൊരു ഇന്റർവ്യൂല് തലവേദന പറഞ്ഞിട്ട് ഒരു ചിരി ഇരിക്കും. ഈ ചിരി എന്തിനാന്ന് ഓർത്തിന് കിട്ടിയിട്ടില്ല അല്ലെ? ഞാൻ ഓർമ്മ വന്നാൽ അന്നേരം വിളിച്ചു പറയുന്നതായിരിക്കും. ഉറപ്പല്ലേ? എനിക്ക് ആ ചിരി ഭയങ്കര ഇഷ്ടം. എന്നും ചിരിച്ചിരിക്കുന്ന ലാലേട്ടനെയാണ് നമുക്ക് വേണ്ടത്. ഈ സിനിമ ഈ സിനിമ റിലീസ് കഴിയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹത്തോടെ ചിരിക്കാൻ, ദൈവത്തിന്റെ അനുഗ്രഹത്തോടെ ചിരിക്കാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച് ലാലേട്ട.